ഇന്നൊരു പൂൾ ഉണ്ടാക്കാൻ പോകണം. ആവേശം സിനിമയിലെ അംബാന്റെ സ്വിമ്മിംഗ് പൂൾ പരീക്ഷിച്ച വ്ളോഗർ കുടുങ്ങി. അപ്പൊ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ 24 ന്യൂസിൽ വരെ ഈ ഒരു വീഡിയോ വൈറലാണ്. അതായത് MVD ഒരു വാഹനം പിടിച്ചൊരു കേസാണ്. അത് യൂട്യൂബർ വാഹനത്തിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂൾ പോലെ സെറ്റ് ചെയ്തിട്ട് പബ്ലിക് പ്ലേസിലൂടെ പോയതാണ് ഇഷ്യൂ ആവാൻ. അത് MVD എങ്ങനെ ആക്ഷൻ എടുത്തതെന്ന് വെച്ചിട്ട് പബ്ലിക് പ്ലേസിലാണ് ഒന്നാമത് ഇവർ ഇത് ചെയ്തത്. അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വേണമെങ്കിൽ ഇത് ചെയ്യാന്നുള്ള ഒരു വീഡിയോ. അപ്പോഴത്തേക്കും സഞ്ജുവിനെ സംബന്ധിച്ചോളം സഞ്ജു ഇത് ബുദ്ധിപൂർവ്വം കളിച്ചൊരു കളിയാണ്. കാരണം അത്രയും ആൾക്കാരെ, അതായത് പ്രേക്ഷകരുടെ ശ്രദ്ധ പറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നാലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുള്ളി പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു ഇഷ്യൂ നടക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ സെർച്ച് ചെയ്ത് പോകുമല്ലോ, ആ ഒരു സംഭവമാണ്. അതായിരിക്കും പുള്ളി മൈൻഡിൽ കണ്ടിട്ടുണ്ടാവുക. MVD ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, പുള്ളി വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദാക്കിയെന്നാണ് പറയുന്നത്. അത് സഞ്ജു ടെക്കി എന്നൊരു യൂട്യൂബറിന് ഈ ഒരു വീഡിയോ കിട്ടുന്ന വരുമാനം കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ലൈസൻസ് ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദാക്കും. അപ്പം അത് പോയി. പിന്നെയെന്ന് വെച്ചാൽ എന്തുവാ ഫൈൻ കൂടിപ്പോയി. അവർ ഫൈൻ എത്ര രൂപ അടയ്ക്കും? അപ്പോഴത്തേക്കും പുള്ളിക്ക് ഈ വീഡിയോ തന്നെ ആവശ്യമുള്ള ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ന്യൂസ് അവർ 24 ഈ ഒരു ന്യൂസ് അതൊരു MVD വാഹനം പിടിച്ച കേസാണ്. യൂട്യൂബർ വ്ളോഗർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഇനി റീച്ച് കിട്ടും. പുള്ളീനെ ആർക്കും എന്തായാലും ഇനി തകർക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ MVD ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ MVD പറയുന്നൊരു ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. അതും കൂടെ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. അതും കൂടെ ജസ്റ്റ് കേട്ട് നോക്കാം. യൂട്യൂബിനകത്തൂടെ ഇത്തരം വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കുക എന്നൊരു ഗൂഢലക്ഷ്യമായതുകൊണ്ട് ഇവർ ഇത്തരം നെഗറ്റീവ് വാർത്തകൾ, അതായത് ആൻറ്റി സോഷ്യലായിട്ടുള്ള വാർത്തകൾ ചെയ്താൽ മാത്രമാണ് ഇവർക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതെന്നുള്ളതാണ് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. MVD തന്നെ പറയുന്നുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോഴത്തേക്കും അതൊരു ഇഷ്യൂ ആയിട്ട് എടുത്ത് അതാണ് ഇപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പം സാധാരണ ഈ നോർമലി വീഡിയോ ചെയ്യുന്നവർക്ക് റീച്ചും ഇല്ല, ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ റീച്ചും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അസൂയ കൊണ്ട് പറഞ്ഞല്ല കേട്ടോ, എനിക്ക് സത്യത്തിൽ റീച്ചില്ല. അപ്പം പുള്ളി ബുദ്ധിപൂർവ്വം ഇത് കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനൊരു കളി കളിച്ചത്. അപ്പോഴത്തേക്കും ഞാനും അങ്ങനൊരു കളി കളിച്ചു. അത്രയേ ഉള്ളൂ.